അടുത്തതായി നിങ്ങൾക്ക് മുമ്പിലെത്തുക നമ്മളുടെ ഇവരുടെയും പ്രിയങ്കരിയായ സുറുമി. സുറുമിയെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുറുമിയെ ഭയങ്കരമായി വർണ്ണിച്ചു അല്ലേ, അങ്ങനെ ഭയങ്കര സുന്ദരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് ഈ കവിതയിലും പറയുന്നത്, പാട്ടിലും പറയുന്നത് അല്ലേ. എന്താ പറയുക, വേറൊരു സുന്ദരിയെ പറ്റിയാണ് പറയുന്നത് അല്ലേ.
മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അല്ലേ, ബദറുൽ മുനീറിന്റെ കഥ സ്വാംശീകരിച്ച ഒരു ചെറിയൊരു പാട്ടാക്കുകയാണ്. പക്ഷെ അതിലെ വരുന്ന ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. മലർമഴവില്ലായിട്ടാണ് ഒരു കനിമോൾ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാൽ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഈ വരി കുറിച്ച് വയ്ക്കാൻ കാരണം നിങ്ങൾ രണ്ടുപേരും ആദ്യം സുറുമിയെ കുറേ വർണ്ണിച്ചുകൊണ്ടാണ്. ഒരു പാട്ടുപാടി പോകുമ്പോൾ പലപ്പോഴും പാട്ടുകാർ പോലും ആലോചിക്കാറില്ല ഇതിലിങ്ങനെയൊക്കെ ഒരുപാട് അംശങ്ങളുണ്ടെന്ന് ആലോചിക്കാറില്ല. അതിൻ്റെ ഒരു ഈണം, അതിൻ്റെ ഒരു താളം, അതൊക്കെ നമ്മൾ ആകർഷിക്കുന്നു, അത് നമ്മൾ പാടിപ്പോകുന്നു. പക്ഷെ എന്താണ് ഈ എഴുത്തിലുള്ള, സാഹിത്യത്തിലുള്ള, നമ്മൾ പറയും സംഗീതമപി സാഹിത്യം എന്ന് പറയും. സംഗീതവും സാഹിത്യവും സരസ്വത്യാഹ സ്തനദ്വയം ഏകമാപാത മധുരം അന്യതാലോചനാമൃതം എന്നാണ് നമ്മൾ പറയുന്നത്. സരസ്വതി ദേവിയുടെ 2 സ്ഥലങ്ങളാണ് സംഗീതവും സാഹിത്യവും എന്നാണ്. അപ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇത് ഈ പാട്ടിന് വേറെ പ്രശ്നമുണ്ട്. ഇപ്പൊ കേരളത്തിലെ മാപ്പിളപ്പാട്ട് ഗായക സംഘങ്ങളിലെ എല്ലാ ആളുകളും ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോഴും ഗാനമേളയിൽ ഈ പാട്ട് സജീവമാണ്. രണ്ടാമത്തെ കാര്യം, മോയിൻകുട്ടി വൈദ്യർ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എഴുതിയത് കൊണ്ട് ഇപ്പോഴും പലരുടെയും ധാരണ ഈ പാട്ട് വൈദ്യരുടേതാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ മത്സരത്തിന് വരുമ്പോൾ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിന്റെ വരികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ട് മഹാകവി എന്ന് പി ടി അബ്ദുറഹ്മാനെ വിളിച്ചാൽ കുഴപ്പമില്ല, പറയാം. പക്ഷെ അതല്ല പ്രശ്നം, വൈദ്യരുടെ പാട്ട് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പരിപാടിയിലൊക്കെ അതൊക്കെ ഒരു വലിയ തെറ്റിദ്ധാരണ നീക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഹുസ്നുൽ ജമാൽ എന്നൊക്കെ കേൾക്കുമ്പം ആ ട്യൂണും ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിൽ ഈ പാട്ടില്ല. മോയിൻകുട്ടി വൈദ്യരെ മാലയിൽ ഇതില്ല. ഇത് പി ടി എഴുതിയിട്ടുള്ള അതൊരു കാരണം, എഴുതാൻ കാരണമുണ്ടായി. പഴയ മാപ്പിളപ്പാട്ടുകളൊക്കെ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. വള്ളിക്കുന്നിൽ ഒരു കിണറിലെ വെള്ളത്തിന് എന്തോ ഒരു ദിവ്യ ഗുണം ഉണ്ട്, അത് വലിയൊരു ഔഷധമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രചരണം ഉണ്ടായി. അങ്ങനെ ജനങ്ങളൊക്കെ ഓടൽ തുടങ്ങി. അപ്പം ആ കാലത്ത് ആ വെള്ളത്തിനെ പറ്റിയ ഒരു പാട്ട്, വള്ളിക്കുന്നിലതാ വെള്ളത്തിൻ്റെ കഥ കേൾപ്പീരെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് അതിനെതിരിലൊരു പാട്ട് വന്ന്, തിക്കി തിക്കി വള്ളിക്കുന്നിൽ വെള്ളം മുക്കാൻ പെണ്ണുങ്ങൾ തിക്കാനും തിരക്കാനും അയച്ചിട്ടല്ലാണുങ്ങൾ, അങ്ങനെ വന്നു. അപ്പൊ അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടായി. ഈ കത്തുകൾ എഴുതിക്കുക, അതിന് മറുപടി ഇങ്ങോട്ട് എഴുതുക, അത് എഴുതിയ കവി വേറെ, അവിടെ ഇങ്ങോട്ടുള്ള കവി വേറെ, ഇങ്ങനെ നല്ല 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 അന്നത്തെ ആ വാക്കുകൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെ നാട്ടിൽ പുറത്ത് ഉപയോഗിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. സുർമി നന്നായി പാടി. സുർമി നമ്മൾ ആദ്യമായിട്ട് ഇവിടുന്നപ്പോ കാണുന്നല്ലേ? ഇവിടുന്നല്ല കാണുന്ന ആദ്യമായിട്ട്? ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ? ഇല്ലില്ല. അപ്പൊ കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര പരിചയമുള്ള മാതിരി മുഖം. അപ്പൊ ആലോചിച്ചപ്പോഴും എനിക്ക് പിടികിട്ടിയ മാമുക്ക നമ്മളെ പഴയകാല വിധുബാല ഇവരുടെ ചായ ഇല്ല സുർമിക്ക് നന്നായിട്ട്. വിധുബാല